നമസ്കാരം. തീർത്തും അപ്രതീക്ഷിതമാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞത്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJP അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് നടന്നത് ജയിലിൽ വെച്ച് ഭരണം നടത്താനുള്ള സാധ്യതകളായിരുന്നു. അതായിരുന്നു കേജ്രിവാൾ തേടിയത്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതോടെയാണ് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം തന്റെ രാജിക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ 2 ദിവസത്തിന് ശേഷമാണ് രാജിവെക്കുക എന്നുകൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കേജ്രിവാൾ ഇപ്പോൾ തന്നെ രാജിവെക്കുന്നില്ല? 48 മണിക്കൂർ നേരത്തേക്ക് എന്തിന് കാത്തിരിക്കുന്നു എന്ന ചോദ്യങ്ങളും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. BJP അടക്കം അത് ഉന്നയിക്കുകയും ചെയ്യുന്നു. കേജ്രിവാളിന്റെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് സ്പീക്കർ രാം നിവാസ് ഗോയൽ അറിയിച്ചിട്ടുണ്ട്. കേജ്രിവാളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സ്പീക്കർ ഇക്കാര്യം അറിയിച്ചതുപോലും. മനീഷ് സിസോദിയയുടെ വീട്ടിൽ വെച്ച് ചേർന്ന പാർട്ടി ഉന്നതതല യോഗത്തിലാണ് കേജ്രിവാൾ രാജിക്കാര്യം അറിയിക്കുന്നത്. എന്നാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമില്ല. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക. അത് നേരത്തെ ആക്കണമെന്നാണ് AAPയുടെ ഇപ്പോഴത്തെ ആവശ്യം. നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഡൽഹിയെയും പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ AAP ആവശ്യപ്പെടുന്നത്. 2 ദിവസത്തിനകം കേജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെയോ പുതിയ മുഖ്യമന്ത്രിയെ പാർട്ടിക്ക് കണ്ടെത്തേണ്ടി വരും. അതാരാകുമെന്നതാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരടക്കം ഉറ്റുനോക്കുന്നത്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മന്ത്രി അതിഷി അടക്കമുള്ളവരുടെ ലിസ്റ്റ് മുമ്പിലുണ്ട്. കേജ്രിവാൾ കഴിഞ്ഞാൽ നിലവിൽ പാർട്ടിയിൽ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയാണ്. എന്നാൽ ജനകീയ വിധി വന്ന ശേഷമേ താനും സ്ഥാനം ഏറ്റെടുക്കുമെന്ന് മനീഷ് സിസോദിയയും വ്യക്തമാക്കിയിട്ടുണ്ട്. കേജ്രിവാൾ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരുമില്ലെങ്കിൽ പിന്നെ ആര് എന്നതാണ് അടുത്ത ചോദ്യം. സാധ്യത കൽപ്പിക്കപ്പെടുന്നവർ ഇതൊക്കെയാണ്. സുനിത കേജ്രിവാളാണ് ഒരാൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേജ്രിവാളിന്റെ ഭാര്യ എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ വളരെ നിർണായക നീക്കങ്ങളായിരുന്നു സുനിതയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡൽഹി, ഗുജറാത്ത്, ഹരിയാന അടക്കമുള്ളിടങ്ങളിലെ പ്രചാരണം സുനിത ഏറ്റെടുത്തിരുന്നു. മുൻ IRS ഉദ്യോഗസ്ഥ കൂടിയാണ് സുനിത. കേജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പത്രസമ്മേളനങ്ങളിലടക്കം സുനിതയുടെ സാന്നിധ്യം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യ സഖ്യ പരിപാടികളിൽ സുനിതയുടെ സാന്നിധ്യം ഏറെ ചർച്ചയായിരുന്നു. കേജ്രിവാൾ ജയിലിൽ പോയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന വീഡിയോ വഴി ദൃശ്യങ്ങൾ നൽകുകയും പൊതുജനങ്ങളോട് സംവദിക്കുകയും ചെയ്തിരുന്നു. സുനിത നിലവിൽ ഡൽഹിയിൽ നിന്നുള്ള MLAയോ AAP അംഗമോ അല്ല. അതേസമയം സുനിത അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AAPയുടെ പരിഗണനയിലുള്ള ആളെന്നാണ് പാർട്ടി വൃത്തങ്ങളെ അടക്കം ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതായി ഉണ്ടാവുക അതിഷിയാണ്. കേജ്രിവാൾ മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയാണ് AAP മുതിർന്ന നേതാവായ അതിഷി. കൽക്കാജി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അതിഷി രാജ്യതലസ്ഥാനത്ത് പാർട്ടിയുടെ വിദ്യാഭ്യാസ നയപരിഷ്കരണം നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ ടീമിലെ പ്രധാനിയാണ്. കേജ്രിവാളിന്റെ വിശ്വസ്തരായിരുന്ന മനീഷ് സിസോദിയയും സത്യേന്ദർ ജെയിനും മദ്യനയ അഴിമതി കേസിൽ ജയിലിലായതോടെയാണ് അതിഷി മന്ത്രിസഭയിൽ എത്തുന്നത്. പിന്നീട് സുപ്രധാന വകുപ്പുകൾ അതിഷിക്ക് കൈകാര്യം ചെയ്യേണ്ടതായി വന്നു. വിദ്യാഭ്യാസം, ടൂറിസം, കല, സാംസ്കാരികം, ഭാഷ, പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുതി എന്നീ വകുപ്പുകൾ നിലവിൽ അതിഷി കൈകാര്യം ചെയ്യുന്നുണ്ട്. കേജ്രിവാൾ ജയിലിലായതോടെ സർക്കാരിന്റെ പ്രധാന മുഖമായി അതിഷി മാറുകയും ചെയ്തു. കേജ്രിവാളിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭരണകാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനും അതിഷി മുന്നിട്ടിറങ്ങി. നിലവിൽ സിസോദിയ കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സുപ്രധാന സ്ഥാനത്തിരിക്കുന്നയാളാണ് അതിഷി. സിസോദിയ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു. അടുത്തതായി വരുന്നത് കൈലാഷ് ഗെഹ്ലോട്ടാണ്. നിലവിലുള്ള മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചയാളാണ് കൈലാഷ് ഗെഹ്ലോട്ട്. 2020 മുതൽ അദ്ദേഹം കേജ്രിവാൾ മന്ത്രിസഭയിലുണ്ട്. നിലവിൽ ഗതാഗതം, പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നജാഫ്ഗഡിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. 2015 മുതൽ അദ്ദേഹം നിയമസഭയിലുണ്ട്. അതിഷിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് കൈലാഷിന്റേത്. അടുത്തതായി സൗരഭ് ഭരദ്വാജ് ആണ്. നിലവിലുള്ള കേജ്രിവാൾ മന്ത്രിസഭയിൽ അവസാനമായി എത്തിയ ആളാണ് സൗരഭ് ഭരദ്വാജ്. എങ്കിലും പാർട്ടിയിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം.
പത്രസമ്മേളനങ്ങളിലും പൊതുചർച്ചകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു. ജനങ്ങൾക്കിടയിൽ അത് അദ്ദേഹത്തിന് ഏറെ ജിതത്വം നേടിക്കൊടുത്തുവെന്ന് മാത്രമല്ല, കേജ്രിവാൾ ജയിലിലായതോടെ അതിഷിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കേജ്രിവാളിന്റെ വിശ്വസ്തരായിരുന്ന മനീഷ് സിസോദിയയും സത്യേന്ദർ ജെയിനും മദ്യനയം അഴിമതി കേസിൽ ജയിലിലായതോടെയാണ് സൗരഭ് ഭരദ്വാജ് മന്ത്രിസഭയിലെത്തുന്നത്. അതിഷിക്ക് ശേഷമായിരുന്നു അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഗ്രേറ്റർ കൈലാഷിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. ഡൽഹി ആരോഗ്യ വകുപ്പിന്റെയും ജലവകുപ്പിന്റെയും ചെയർമാനായിരുന്നു അദ്ദേഹം. നിലവിൽ അതിഷിയുടെ പേരിനൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സൗരഭ് ഭരദ്വാജിന്റെ പേരും ഉയരുന്നുണ്ട്. പിന്നീട് സാധ്യത ഗോപാൽ റായ്ക്കാണ്. 2013 മുതലാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. രാജ്യ തലസ്ഥാനത്ത് AAP അധികാരം പിടിച്ച 2013-ൽ AAP സ്ഥാനാർത്ഥിയായി ബാബർപൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും BJPയുടെ നരേഷ് ഗൗരിനോട് പരാജയപ്പെട്ടു. തുടർന്ന് 2015-ൽ അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിച്ച് നിയമസഭയിലെത്തുകയായിരുന്നു. 2020-ലും അദ്ദേഹം ബാബർപൂരിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തി. നിലവിൽ വികസനം, പരിസ്ഥിതി, വനം, പൊതുകാര്യം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഗോപാൽ റായിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇമ്രാൻ ഹുസൈനാണ്. 2013-ൽ BSPയിലായിരുന്ന ഇമ്രാൻ 2015-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AAP സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. BJPയുടെ ശ്യാംലാൽ മോർവാളിനെ തോൽപ്പിച്ചാണ് നിയമസഭയിലെത്തുന്നത്. ഭക്ഷ്യ വിതരണ വകുപ്പ്, ഡൽഹിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കുന്നവരിൽ ഇമ്രാൻ ഹുസൈന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. കേജ്രിവാളിന്റെ രാജിപ്രഖ്യാപനത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ PR സ്റ്റണ്ട് ആണെന്നായിരുന്നു BJPയുടെ പ്രതികരണം. നന്ദി.